ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് വാവയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് വാവയുടെ വീട്ടിലെ വിശേഷങ്ങൾ നോക്കാം. അജിതിനുണ്ട്. വാവേ എന്തൊക്കെ ഗൈസ്, ഇതാണ് ജിതിൻ. വാവേ ചായ കുടിച്ചോ? ആര്? ഞാനോ? ചായ ഞാൻ ഉണ്ടാക്കണം നിർബന്ധം. നമ്മളുണ്ടാക്കുന്ന ചായക്ക് ഏലക്ക വേണം, അതേപോലെ കറുകപ്പട്ടയില്ലേ, കറുകപ്പട്ടയും വേണം. നമ്മളിത് തരിഞ്ഞ് കണ്ടു. ഗൈസ്, ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ടുപോയി കൊടുത്താക്കും. അവരുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ ഗൈസ്? ഇയാളെ പരിചയപ്പെടുത്താൻ വന്നു. ഇതാരോ ജിതി സാർ. ചായ കുടിച്ചിട്ട് നല്ല ബിരിയാണി മസാല ഇട്ട ചായ, അത് നല്ല പൊടിക്കാട്ട് മറ്റേ ഇതിൻ്റെ പേരെന്തായിരുന്നു, പട്ടേൻ്റെ സ്മെല്ലിലെ ചായ. നല്ല നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്തിനാന്ന് ഇല്ല, എന്തിനാ ഡെയിലി തന്നെ വെറുതെ വരിക, അവിടെ ഇരിക്കുക, ചായ കുടിക്കുക, തിന്നുക. സാർ നല്ല പരിപാടിയാണ്. ചായ കിട്ടി ചോറിനാകുമ്പോഴത്തേക്കും എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യാം. നമുക്ക് കിട്ടാറില്ല. ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഏതോ ഒരു ഷൂട്ടാണ്, എന്തിനോ പോവാണ്. നോക്കാം. അപ്പോൾ നമ്മളപ്പോൾ ഉള്ളത് വാവച്ചിയാണ്. നമ്മളിപ്പോൾ ഷൂട്ടിന് പോന്നപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ വിശപ്പ് മറ്റേ ഫുഡ് കഴിക്കാൻ കയറാം. അവരെല്ലാവരും അവിടെ ഇരുന്നിട്ടുണ്ട്. ലൈറ്റ് ഹോട്ടലിലാണ് നമ്മളുള്ളത്. കുഞ്ഞാലിച്ചേട്ടനാണ് ഞങ്ങൾക്ക് ചോറ് വാങ്ങിക്കുന്നത്. അത് ഞാനറിയാത്ത സംഭവമാണ് ഗൈസ്. അയലുണ്ട്, പിന്നെ അയലുണ്ട്. കുഞ്ഞാണ്ടിച്ചേട്ടൻ തിന്നുന്നുണ്ട്, ഇതും കഴിക്കുന്നു. നമ്മൾ ഫുൾ ഫോമിലാണ്. പപ്പടം കിട്ടിയില്ല എനിക്ക്. പപ്പടം ഉണ്ട്. ഹോട്ടലിൽ നമുക്ക് കഴിച്ച് തീരുന്നതിന് മുന്നേ ബില്ല് കിട്ടുന്നതാണ് നിലമ്പൂർ ലൈറ്റ് ഹോട്ടലിൻ്റെ പ്രത്യേകത. ഇതിനെ എങ്ങനെയാണത്? അതെ, കഴിച്ച് തീരുന്നതിന് മുന്നേ ബില്ല് കൊണ്ട് വെച്ചിട്ട് ഇനി ചോറ് വേണമെന്നാണ് അവർ ചോദിച്ചത് അല്ലേ അരമല? എന്താ കുഞ്ഞാണ്ടി ചേട്ടൻ്റെ അഭിപ്രായം? അറിഞ്ഞു. എന്ത് ചെയ്യും, നിലമ്പൂരത്തെ ഹോട്ടലുകളുടെ ഒക്കെ ഒരു അവസ്ഥയും. കഴിച്ച ഫുഡിന്റെ റിവ്യൂ എന്ന് പറഞ്ഞു. വളരെ മോശം അഭിപ്രായമായിരുന്നു. ഫുഡ് കഴിച്ച് പകുതി ആയപ്പോഴത്തേക്കും ബില്ല് കൊണ്ട് തന്നു. കഴിച്ചാണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, വയറ് നിറഞ്ഞില്ല. അതാണ് പറയാനുള്ളത്. എലൈറ്റ് ഹോട്ടൽ ഫ്രം നിലമ്പൂർ. പിന്നെ എനിക്കും കസ്റ്റമർ സർവീസ് ഇഷ്ടപ്പെട്ടില്ല. അത്രേ ഉള്ളൂ. കഴിച്ച് പകുതി ആയപ്പോഴത്തേക്കും കുറച്ച് ബില്ല് കൊണ്ട് തന്നിക്കുക. എന്നിട്ട് ഞങ്ങളെല്ലാരും മോതി ചോദിക്കരുത്. അതെ, ഭയങ്കര മോശമായി. ആദ്യം നിലമ്പൂര് എലൈറ്റ് ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ നിലമ്പൂരത്തെ പേര് കിട്ടാൻ ഹോട്ടലാണ്. അവിടെ നമ്മളിത് പ്രതീക്ഷിച്ചിട്ടില്ല. ഷൂട്ട് പോകും. നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഡച്ച് അറിയുന്ന ഷോപ്പിലാണ്. ഇതാണ് നമ്മുടെ നിലമ്പൂരിലെ ഡച്ച്. നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഓണത്തിൻ്റെ പുതിയ കളക്ഷനൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഷൂട്ടിന് മുന്നുള്ള കുറച്ച് പ്രോഗ്രാമുകൾ പരിപാടികളാണ് നടക്കുന്നത്. ഇതാ പ്രണവ് വന്നിട്ടുണ്ട്. പ്രണവ്, ഒരു ഹായ് പറയാമോ? ഒരു ഹായ് പറയാം. ഹായ്. ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം നമുക്ക് ഡച്ചിൻ്റെ ഏരിയയ്ക്ക് ഒന്ന് പോയി നോക്കാം. വാവേ വാവ ഹാപ്പിയാണ്. അതേപോലെ നമ്മൾ രണ്ട് മുതലാൾ വരുന്നുണ്ട്. ഇത് കാര്യമായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്, എന്താണെന്നറിയില്ല.
ഓൻ്റെ സൈസുള്ള പാൻറ് ഇവിടെ അല്ല, അതാണ് മെയിൻ. ഷൂട്ടിനുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോഗ്രാഫർ ആൻഡ് ഡയറക്ടർ സർ. ഷൂട്ട് എടുക്കാൻ വൈകിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഐസ്ക്രീം കഴിക്കാൻ വന്നതാണ്. ഇത് മറ്റേ സാധനം കൊടുക്കാൻ എന്നൊക്കെ ഒരു പൊടി എല്ലാവരും വാങ്ങിയത്. മോഡൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നാളെ കോസ്റ്റ്യൂംസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിതിനും ആരോമലും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രണവ് മോഡൽസ് രണ്ടുപേരും അന്തപ്പെട്ടിരിക്കുകയാണ്. വാവ അതിലേക്ക് തണ്ടിത്തിന് നടക്കുക. അതേപോലെ തന്നെ പ്രണവ് മുണ്ടൊക്കെ മടക്കി നോക്കുന്നുണ്ട്. ഇതുവരെ മുണ്ടെടുക്കാൻ പഠിക്കാത്തൊരു മുതലാണ് പ്രണവ്. ചെറുതല്ലേ? മോഡൽ ഡ്രസ് മാറാൻ പോയിട്ടുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, വാട്ട് എ സെക്സി മാൻ. അത് കോപ്പിറൈറ്റ് ഇത് വരും കേട്ടോ, സെൻസിറ്റീവ് കണ്ടന്റ് ആയിട്ട് പോകും. പ്രണവ് ഇതാ ഡ്രസ്സ് മാറുന്നൊരു അടിപൊളി സീനാണ് നമ്മളിന്ന് കാണുമ്പോൾ. സിക്സ് പാക്ക്, പിന്നെന്താ സിക്സ് പാക്ക് ഒക്കെ ആയിട്ട് മുണ്ടെടുക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ല ഗൈസ്. അവർ ഡ്രസ്സ് മാറി ഗൈസ്. അങ്ങനെ ഓണത്തിൻ്റെ കോസ്റ്റ്യൂം ഡ്രസ്സൊക്കെ ഇട്ടാണ്ട് പ്രണവും വാവയും നിൽക്കുകയാണ്. അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അജിതിനും ആരോമലും. അങ്ങനെ അവർ ഒന്നിക്കുകയാണ്. ഇപ്പൊ അത് കണ്ടല്ലേ. അടുത്തത് നമ്മൾ മാറ്റാൻ പോവാണ്. കുഞ്ഞാണ്ടിക്ക് യൂട്യൂബിൽ ആദ്യം കിട്ടുന്ന പൈസക്ക് എനിക്ക് വാച്ച് ഷൂ വാങ്ങി തരണം കേട്ടോ. പറ്റുമോ? ഒറ്റയ്ക്ക് അതാണ് ഡീലതാ. യൂട്യൂബിൽ ഫസ്റ്റ് കിട്ടുന്ന പൈസക്ക് എനിക്ക് വാച്ച് ഷൂ, ഞാൻ പറയണ വാച്ച് ഷൂ ഇല്ലല്ല. ഞാനതിന് മറ്റേ വലിയ കണ്ടിട്ട് ബ്ലോഗില്ലേ കുഞ്ഞാണ്ടി ബ്ലോഗ്, നമ്മൾ മോഡൽ ഇപ്പോൾ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തേലൊക്കെ അത് ചെയ്യോ ഗൈസ്? ചെക്കന്മാർ കാര്യമായിട്ടാണ് തോന്നുന്നത്. നല്ല ഫസ്റ്റ് മാനേജറാണ് ഇരിക്കുന്നത്. ഒരു ഫോണിൽ ചാറ്റും മറ്റൊരു ഫോണിൽ കോളും ഒരു ഫോണിൽ ഇനി വെയിറ്റിംഗും ആണ്. ഇത്രയും വലിയൊരു കാമുകനെ വേറെ അവിടെ. എൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രണവ് ഷൂ ഒക്കെ ഇട്ട് പോകാൻ ഒരുങ്ങിക്കാണ്. ആകെ പുതിയ കിട്ടിയ ഷൂ എടുത്താണ്ട് പറഞ്ഞതാണ്, പക്ഷെ പാളിപ്പോയി ഗൈസ്. എന്തേന്ന് മറന്നു പോയി. അതോ അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഡച്ചിന്ന് പോകാനുള്ള പരിപാടിയിലാണ്. അവിടെ ചെക്കൻ അവളെ മുതലാളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതലാളി ചെക്കൻ്റെ സോപ്പിട്ടുണ്ട്, അതേപോലെ തന്നെ കണ്ടിട്ടുണ്ട്. ആയിക്കോട്ടെ ഓക്കെ. അങ്ങനെ ഗൈസ് ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞ് റിട്ടേൺ പോന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ്.